അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ബെങ്കൻ ഭർത്ത. ബെങ്കൻ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വഴുതനങ്ങ നന്നായിട്ട് വരയിട്ട് കൊടുത്തിട്ട് കനലിൽ ചുട്ടെടുക്കാം. കുറച്ച് എണ്ണ തൂവിയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സ്റ്റൗവിൽ ചെയ്യാം. എണ്ണയിൽ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. കനലിലാണെങ്കിൽ ഈ തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇതുപോലെ ചുട്ടെടുക്കുക ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷെ ഞാനിപ്പോൾ കനലില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്യണം. കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്ത് ഓരോന്നും കുക്കായി തോന്നുമ്പോൾ എന്ത് ചെയ്യാം, നമുക്കത് എടുക്കാം. ഫസ്റ്റ് കുക്കായത് എൻ്റെത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി കോരി മാറ്റി, പിന്നെ പച്ചമുളക് കോരി മാറ്റി. തക്കാളിയും അതുപോലെ തൊലിയൊക്കെ പറഞ്ഞ് പോരുന്ന വിധം കുക്കായി എന്ന് തോന്നിയാൽ തക്കാളി നമുക്ക് എടുത്ത് മാറ്റാം. വഴുതനങ്ങയും ഇതുപോലെ നമുക്ക് ഫുള്ള് തൊലി പറിച്ച് കളയണം. അപ്പോൾ വഴുതനങ്ങയും ഒരു തൊലിയൊക്കെ നമുക്ക് പറഞ്ഞു കിട്ടുന്നുണ്ട് എന്നൊരു സ്റ്റേറ്റിലെത്തുമ്പോൾ വഴുതനങ്ങ എടുത്തു മാറ്റി. ഇനി തക്കാളിയുടെയും വഴുതനങ്ങളുടെയും ഒക്കെ തൊലിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് മാഷ് ചെയ്യാം. മാഷർ കൊണ്ട് മാഷ് ചെയ്യാം. ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ കൊത്തി അരിയാണ് കേട്ടോ ചെയ്തത്. വെളുത്തുള്ളി ചതച്ച് കൊടുക്കുകയും ചെയ്തു. പച്ചമുളകും ഇതെല്ലാം ഒരുമിപ്പിച്ച് മാഷ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇനി പാൻ ചൂടാക്കുക. സെയിം പാൻ ചൂടാക്കിയിട്ട് അതിലാവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്തു. ഒരു 3/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. ചെറിയ ജീരകം ഒന്ന് പൊട്ടി റെഡിയായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തു. സവാള ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൂടെ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു ഡിഷ് നമുക്ക് ചപ്പാത്തി, റൊട്ടി, ഈവൻ പൊറോട്ടയ്ക്ക് പോലും കഴിക്കാവുന്നതാട്ടോ. ശരിക്കും വലിയ മസാലകളൊന്നും ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കാനില്ല. ഇതിലിപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തു. ഈ സമയം സിമ്മിലിട്ടിട്ട് ഈ മസാല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മസാല വെന്തു എന്ന് ഉറപ്പ് വരുത്തുക. നല്ല സ്മെല്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇങ്ങനത്തെ കറികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം നമ്മൾ സോട്ട് ചെയ്യാൻ സമയമെടുക്കുന്നോ അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് കൂടും എന്നുള്ളതാണ്. പിന്നീട് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. മല്ലിയില കുറച്ചുകൂടി മാറ്റി വെക്കണം കേട്ടോ, കാരണം ലാസ്റ്റും ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയില ആവശ്യമാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മല്ലിയിലയും അത്യാവശ്യം സോട്ടായി എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള വഴുതനങ്ങ, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക് ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് സോട്ട് ചെയ്യുക. അതിൽ വെള്ളമൊക്കെ വറ്റുകയും അതുപോലെ എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വരികയും ചെയ്യുക. അതുപോലെ മസാല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ആ ഒരു സ്റ്റേറ്റ് എത്തുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇത് കംപ്ലീറ്റ് കുക്കായ സ്റ്റേറ്റാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യട്ടെ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.